റെഡ് റൂസ്റ്റർ പെർഫോമൻസ് പവർ അറ്റ് പ്ലേ. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ റൈഡൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി കൊണ്ടുവന്ന് ഫുൾ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. കുറേ ദിവസമായി വണ്ടി ഒന്ന് കഴുകിയിട്ട് ആ കഴുകാത്തതിൻ്റെ പാടുകളാണ് കാണുന്നത്. വീഡിയോ കാണുന്ന വീട്ടിലുണ്ടല്ലോ അത്യാവശ്യം, കണ്ടോ ഫുള്ളും സെറ്റായിരിപ്പുണ്ട്. കുറേ കാലമായി ഇങ്ങനെ ചെളിയിലൊക്കെ ഓടിയിട്ട് ഇപ്പോൾ എന്തായാലും ഓടി തകർത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഫ്രണ്ട് എന്തായാലും വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകും. കാരണം ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ ലീക്കായിട്ടുണ്ട്. കണ്ടു, ഫ്രണ്ട് സസ്പെൻഷൻ ലീക്കായിട്ടുണ്ട്. വണ്ടി വാങ്ങിച്ചിട്ട് ഇതുവരെ സസ്പെൻഷൻ ഒന്നും മാറ്റിയിട്ടില്ല. സസ്പെൻഷൻ അല്ല, ഓയിൽ സീലില്ലേ, ആ സാധനമാണ്. സസ്പെൻഷൻ അല്ല, സോറി, ഓയിൽ സീൽ പോയിട്ടുണ്ട്. അപ്പോൾ രണ്ടും മാറേണ്ടി വരും. അപ്പോൾ കുറച്ച് പൈസ പൊട്ടേണ്ട ചാൻസ് ഉണ്ട്. കാരണം ചോദിച്ചപ്പം ഓയിൽ സീലിന് 300, 600 രൂപ പ്ലസ് ഇതിൻ്റെ ഓയിൽ, പിന്നെ ഇത് ഊരേണ്ട ലേബർ ചാർജ് എല്ലാം കൂടി 10-2000 രൂപ ആവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും പണിയൊന്നുമില്ല. കാരണം വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം എത്ര വർഷമായി? 5 വർഷമല്ല, 6 വർഷം എന്തായിരുന്നു, 6 വർഷമായി. 6 വർഷത്തിൽ കുറേ ഓഫ് റോഡൊക്കെ അടിച്ചുകൊണ്ടായിരിക്കും ഈ സാധനം പോയത്. അപ്പോൾ എന്തായാലും രാവിലെ അല്ല, കുറേ ദിവസമായി ഞാൻ ഇത് അറിഞ്ഞിട്ട്, പിന്നെ വീഡിയോ ചെയ്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഫുള്ളും വൃത്തികേടായിട്ടിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും വണ്ടി കഴുകിയിട്ട് പണി ഇല്ല കൊണ്ട് ശരിയാക്കിയിട്ട് വണ്ടി കഴുകി സെറ്റാക്കി വയ്ക്കണം. റെഡ് റൂസ്റ്റർ മൈലേജ് കുറേ വീഡിയോ ചെയ്യാറുണ്ട്. എന്തായാലും അതൊക്കെ നമുക്ക് റെഡിയാക്കാം. ഫുള്ള് അലമ്പാണ് കേട്ടോ, ഫുള്ളും അലങ്കോലോട്ടിരിക്കുകയാണ്. നല്ല ചെളിയിലാണ് ഓടിയത്. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ അറിയാം. ഫുള്ളും കിടിലം റോഡും കാര്യങ്ങളും ചെളിയും കാര്യങ്ങളും എല്ലാം ഉള്ള കിടിലം സ്ഥലമായിരുന്നു. ലൊക്കേഷൻ ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ. അപ്പോൾ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ എന്തായാലും വണ്ടിയുടെ കോലം കണ്ടില്ലേ. പിന്നെ ഫ്യൂവൽ റിസർവിലാണ് ഫ്യൂവൽ ഇരിക്കുന്നത്. രാവിലെ ഉറക്കപ്പിച്ചിൽ വന്ന് നേരെ വീഡിയോ എടുക്കുകയാണ്. ഇവിടെയൊക്കെ കണ്ടോ, ഇന്നലെ ബാക്കി ഇരുന്നതിൻ്റെ ഡ്രസ്സിലെല്ലാം നല്ല ചെളിയായി കാണും. ഈ കോലത്തിലായിട്ടുണ്ട് കണ്ടോ, ഈ കോലത്തിലായിട്ടുണ്ട്. ഫുള്ള് അലങ്കോലം. നമ്മൾ എക്സോസ്റ്റൊക്കെ ഫുള്ളും വേറെ ഏതോ കളറൊക്കെ പോലെ ഇരിപ്പുണ്ട്. എന്തായാലും ഇപ്പോൾ എന്തായാലും എടുത്തുകൊണ്ട് പോയി ഈ സംഭവത്തിനൊരു ഇത് ചെയ്യണം. ഇതൊക്കെ എനിക്ക് വെച്ചേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്യണം. രാവിലെ കോൾഡ് സ്റ്റാർട്ട് ചെയ്തില്ല. ഇന്നലെ വൈകുന്നേരം തന്നെ, രാത്രി തന്നെ കൊണ്ടുവച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് തിരക്കുണ്ട്. ഫ്രണ്ട് എടുത്തുകൊണ്ട് പോയി ബാക്കി സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരും. ഉറുമ്പൊക്കെ കയറി പോകുന്നുണ്ട്. ഒന്നും തൊടണില്ല, ഒന്നും തൊടണില്ല. കുലുക്കി നോക്കുമ്പോൾ ഫ്യൂവലുണ്ട് ഇതിൻ്റെ അകത്ത്. കാരണം ഇന്നലെ ഞാൻ 250 രൂപയ്ക്ക് അടിച്ചാണ് 66 കിലോമീറ്റർ ഓടിയത്. റിസർവായിട്ട് ഇപ്പം 31 കിലോമീറ്ററായി. ഇപ്പം 63 കിലോമീറ്റർ ആയിട്ടുണ്ടോ. 2 ഘട്ടം കാണിക്കുന്നത് വെറുതെയാണ്. സത്യം പറഞ്ഞാൽ ഇതിൽ റിസർവാണ്. മൊത്തം ഇപ്പം 19,580 കിലോമീറ്റർ ആയിട്ടുണ്ട്. കുറച്ച് പരിപാടി ചെയ്യാനുണ്ട്. പിന്നെ ഈ സ്വിച്ചിനെയൊക്കെ മാറ്റിയിട്ട് വേറൊരു ബട്ടൺ സ്വിച്ച് ആക്കണം. കാരണം ഇതിൻ്റെ അടിയിലാണ് ഒരു ഇത് ഫ്ലാഷർ മാറ്റാനുള്ള ഒരു ഇത് വരുന്നത്. പക്ഷെ അത് വർക്കാവുന്നില്ല. അപ്പം വർക്കാകും, പക്ഷെ ഒരു ടൈറ്റ് പോലെ. അപ്പോൾ എന്തായാലും അതൊക്കെ മാറ്റണം. അപ്പോൾ അതൊക്കെയാണ് രാവിലത്തെ പരിപാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വണ്ടിയുടെ സർവീസ് എന്ന് പറയാൻ പറ്റില്ല, വണ്ടിയുടെ ചെറിയൊരു അപ്ഡേറ്റും ആണ്. എന്നാൽ ബാക്കി കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇത് മാത്രം പ്രതീക്ഷിച്ചിരിക്കരുത്. വേറെയും കുറേ കാര്യങ്ങൾ അതിൻ്റെ അങ്ങോട്ട് കാണും. അപ്പോൾ എന്തായാലും തുടക്കം മുതൽ അവസാനം വരെ കണ്ടു നോക്ക്. ലൈക്കും കൂടെ അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വയ്ക്കും. അപ്പോൾ എന്തായാലും കാണാം. യെസ്, അങ്ങനെ വൈകിട്ടായിട്ടുണ്ട്. പെട്ടെന്ന് താടിയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളെ വണ്ടി ബാക്കിൽ കഴുകാൻ വേണ്ടി സെറ്റായിട്ടിരിപ്പുണ്ട്. അപ്പോൾ രാവിലെ കണ്ടതുപോലെ തന്നെ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചതേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യില്ല, പുറത്തോട്ടിറക്കി സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് വണ്ടി ഒന്ന് കാണിച്ചു തരാം. വണ്ടി കഴുകണം. അമ്മച്ചി ബാക്കിൽ തന്നെ ഇളക്കണുണ്ട്. എന്ത് ചെയ്യണം നീ ചെറുക്കെ. എന്തായാലും ബാക്കിലോട്ട് ഇറക്കട്ടെ. രാവിലെ കണ്ടപോലെ വണ്ടി ഇതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. വണ്ടി രാവിലെ പറഞ്ഞ പോലെ തന്നെ സസ്പെൻഷൻ സെറ്റാക്കണം. പിന്നെ ഇപ്പം റീസെൻ്റ്ലി വണ്ടി കഴുകണം. ഫുള്ള് ചെളി കണ്ടല്ലോ, ഫുള്ള് ചെളിയായിട്ടുണ്ട്. രാവിലെ തൊട്ട് ഇതുവരെ കഴുകാത്തെന്ന് പറഞ്ഞാൽ കയ്യിലെന്തോ ചെറുതായിട്ടൊരു കുരുക്കൾ പോലെ വരുന്നുണ്ട്. എനിക്കൊന്ന് ചൂട് കുരുവാണെന്ന് തോന്നും. എൻ്റെ മസിൽ അപ്പോൾ കയ്യിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഓയിൽമെൻ്റൊക്കെ തന്നു. അപ്പോൾ ഇനി അതൊക്കെ തേച്ചിട്ട് അതൊക്കെ പിന്നെ തേക്കാം. നമുക്ക് എന്തായാലും വണ്ടി കഴുകാം. വണ്ടി ഫുള്ള് വൃത്തിയിടായുണ്ടോ. ഈ ഇത്രയും ഗതികെട്ട സാധനം ഞാൻ ഇങ്ങനെ വെച്ചിട്ടില്ലേ, കുറേ കാലമായി ഇങ്ങനെ ഒരു അവസ്ഥയിൽ വെച്ചിട്ട്. കാരണം മഴയൊക്കെ ഇല്ലേ. ഇപ്പോൾ എന്താ ഒന്ന് ക്ലൈമറ്റ് സെറ്റായി, അടിപൊളി. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 വണ്ടി ഇന്ന് കഴുകണം. പിന്നെ നമ്മളൊരു ഹെൽമെറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉടനെ ഒരു ഹെൽമെറ്റ് വരും. എവിടെ നിന്നാണ് ഈ ഫണ്ടൊക്കെ ഞാൻ എടുത്തിങ്ങനെ സെറ്റാക്കുന്നത്. പക്ഷെ അതുപോലെ നിങ്ങൾ ലൈക്കും കൂടെ അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാലും നമുക്ക് ഇനി വീഡിയോയിലുള്ള ഒരു പ്രചോദനം വരും. എങ്കിലും കയ്യിൽ പുതിയ മോഡൽ MC വിത്ത് ബ്രേക്ക് ലിവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഞാനത് വയ്ക്കണമെന്ന് ചെറുതായിട്ടൊരു പ്ലാനുണ്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഒന്ന് DM ചെയ്താലും മതി. അപ്പം പിന്നെ വണ്ടിയിൽ ചെറിയ ടച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാറായി. എന്ന് വെച്ചാൽ കുറച്ച് ഇവിടേക്ക് കുറച്ച് ഇതുണ്ട്. ഇവിടെയൊക്കെ പെയിൻറ്റ് പോയിട്ടുണ്ടോ. അപ്പോൾ ഇതൊക്കെ എനിക്ക് ടച്ച് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൻ്റെ ബ്ലാക്ക് പെയിൻ്റ് ഉണ്ട്. അപ്പം ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് സെറ്റായിട്ട് വേണം കൊണ്ട് ടച്ച് ചെയ്യാൻ. പിന്നെ
ഇടയ്ക്ക് ഒരു ബെൻഡ് വൈപ്പ് വന്നതാണ്. ബെൻഡ് വൈപ്പ് അല്ല, എക്സോസ്റ്റ് ബെൻഡ് വൈപ്പ് തന്നെയല്ലേ ഇനി പറയണത്. ആ സാധനം വന്നതാണ്, ഞാൻ വാങ്ങിച്ചില്ല. അത് നമ്മളെ ഫ്രീ ഫ്ലോ ആണ്, കാറ്റൊന്നും വരത്തില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. അപ്പോൾ ഇത് ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. കുഴപ്പമില്ലെന്ന് പറഞ്ഞ് എന്തായാലും നോക്കാം, എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ എന്തായാലും പെട്ടെന്ന് വണ്ടി കഴിയുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ടാക്കാം. കോൾഡ് സ്റ്റാർട്ടാണേ, വെറുതെ. എന്താണെന്ന് മനസ്സിലായോ? വണ്ടി കഴുകാൻ പോവുകയാണ്. അപ്പം എന്താ ഇതിൻ്റെ പാസ്വേഡ് ഇനി എവിടെയെങ്കിലും ഞാൻ അടിച്ചിട്ടുണ്ടോ എന്നൊരു ഓർമ്മയില്ല. എന്തായാലും നോക്കണം, അത് ഊരാൻ പറ്റുമോ ഇല്ലയോ ഒന്ന് നോക്കണം. അതവിടെ കിടക്കണം. അതിനെല്ലാം വൃത്തിയാക്കാൻ വേണ്ടിയാണ് ഊരാൻ നോക്കിയത്. മറന്നുപോയി, കുറേ കാലമായി അതിട്ടിട്ട്, അതുകൊണ്ടൊന്നും മറന്നുപോയി. മറവി ഇപ്പോൾ കൂടുതലാണ്. കണ്ടോ എക്സോസ്റ്റൊക്കെ ഇരിക്കുന്നുണ്ടോ, ഫുൾ വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. ചെയിൻ വേറെ എന്തൊക്കെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്, നിങ്ങളും കേൾക്കുന്നുണ്ടോ? അതെന്താ അങ്ങനെ? ആഹാ സബാഷ്, കറക്കിയോ. ഓ എന്തോ അറിയില്ല, നല്ല കരിയായി. അപ്പോൾ എന്തായാലും ചെയിന് കഴിവുന്നില്ല, നോക്കട്ടെ എങ്ങനെയാണ് പോകണമില്ലേ, എങ്ങനെയാണ് നോക്കിയിട്ട് അതും കൂടെ റെഡിയാക്കാം. റിമ്മിൻ്റെയൊക്കെ കോലം കണ്ടില്ലേ, റിമ്മൊക്കെ ഞാൻ തുടച്ച് മിനുക്കി വെച്ചിരുന്നതായിരുന്നു. കുഴപ്പമില്ല, എന്തായാലും മൺ ചെളി കൂടെ കിടന്ന് ഓടിയുണ്ടുള്ള പ്രശ്നമാണ്. നമുക്ക് ഉടനെ സെറ്റാക്കാം അല്ലേ? അല്ലേ എന്തായാലും ഉടനെ സെറ്റാക്കാം. ഡി ബി ഒന്നും ഇതുവരെ വെച്ചിട്ടില്ല. നമുക്ക് അടുത്ത വീഡിയോ ഡി ബി ഒക്കെ വെക്കുന്നതായിട്ടൊക്കെ റെഡിയാക്കാം. ഇടയ്ക്ക് കറുത്ത കളറിലോട്ട് വരുന്നില്ല, ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. എന്താ ഇത്, ഫുൾ ചെളി. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പറഞ്ഞ് സമയം കളയുന്നില്ല, പെട്ടെന്ന് ഈ ഓസ് എടുത്തിട്ട് വരാം. ഇതും കൂടെ അങ്ങ് കഴുവാം, ഇതിനെ അടിച്ച് കഴുവാം. ഓക്കെ, ആദ്യം വണ്ടിയിലൊന്ന് അടിച്ച് വണ്ടി നനച്ചിടാം. കാരണം പൂവാത്ത ചെളികളൊക്കെ ഉണ്ട്, അപ്പോൾ ഒന്ന് നനഞ്ഞു കിടന്ന പൂവ് എളുപ്പമായിരിക്കും. റെഡ് റൂസ്റ്റർ പെർഫോമൻസ്, പവർ അറ്റ് പ്ലേ. അപ്പോൾ എന്തായാലും പാട്ടൊക്കെ പാടി പെട്ടെന്ന് വണ്ടി എഴുതാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മഴയത്ത് വണ്ടി വെച്ചിരിക്കുന്ന ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു, എട്ടേ പോയപ്പോൾ. ഞാൻ പേടിച്ചാണ് നിന്നത്, കാരണം ഇതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ വൺ സീനാണ്. പണ്ടത്തെ വീട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ചിലപ്പോൾ നിങ്ങളൊക്കെ വണ്ടിക്കകത്ത് ചിലപ്പം ടാങ്കിനകത്ത് വെള്ളം കാണും, മിസ്സിങ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇവിടെ ചെറിയൊരു ഹോളാണ് ഇതിൻ്റെ ഇട്ടിട്ടുള്ളത്. താഴെ വരെ എത്തുമ്പോഴേക്കും അത് അടഞ്ഞൊക്കെ പോകും, ഇടയ്ക്കിടയ്ക്ക് മണ്ണൊക്കെ കയറുമ്പോൾ. ഈ ഒരു ചെളിയിൽ ഇതൊക്കെ കയറുമ്പം ഉറപ്പായിട്ടും അടയും. ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ്, അതൊന്ന് റെഡിയാക്കണം. അല്ലെങ്കിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഇവിടെ കെട്ടി നിൽക്കും, ടാങ്കിനകത്ത് ഇറങ്ങും, മിസ്സിങ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വൻ പണി കിട്ടും. അതുകൊണ്ട് അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. വാങ്ങിച്ച ഈ ഒരു ഷാമ്പു ഞാൻ സജസ്റ്റ് ചെയ്യണില്ല, ഞാൻ ഒന്ന് കഴുകി നോക്കട്ടെ, കയ്യിൽ വേറെ സീനും എല്ലാം ഉണ്ടാവും നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഇതൊന്ന് പൊട്ടിച്ച് ഇതിൻ്റെ അകത്ത് ഒഴിക്കട്ടെ, ഒഴിച്ച് നോക്കാം. പതയൊന്നുണ്ടെങ്കിൽ കയ്യിലും വേറെ സീനില്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്തേം ഏത് കമ്പനിയെന്ന് പറയാം. അത്യാവശ്യം പതയുന്നുണ്ട്, കുറച്ചുകൂടെ ഒഴിക്കാം, മതിയാവും. അപ്പോൾ ഓക്കെ, നോക്കട്ടെ. കുറേ ദിവസത്തെ ശേഷം വണ്ടി സോപ്പ് പോതാ കാണുക. എൻ്റെ തെങ്കക്കൂടത്തിന് തേച്ച് കുളിപ്പിക്കാൻ
ഫുൾ പി കെ ജി കുറച്ച് മൈലേജ് കൂടെ നിന്നോടാ. പക്ഷേ മൈലേജ് ഇപ്പോൾ കുറവാണോന്ന് അറിയില്ല കേട്ടോ. മൈലേജ് ചെക്ക് ചെയ്യുന്നൊരു വീഡിയോ ഉടനെ വരുന്നുണ്ട്. കുറേ വീഡിയോ ഇൻട്രോയൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ട് അനങ്ങുന്നില്ല. എന്തായാലും ഷടായെന്ന് പറഞ്ഞു മെസ്സി സൊപ്പോതെ അത്ര സുഖമില്ല. സാധാരണ ഇവിടെ നല്ല പതഞ്ഞിരിക്കുമായിരുന്നു. നോക്കട്ടെ. കണ്ട വെള്ളം കെട്ടിക്കണണ്ട. അത് റിസ്ക്കാണ്. ടാങ്കിനകത്ത് വെള്ളം ഇറങ്ങും. ഇതിവിടെ ഒരു ഹോളുണ്ട് കേട്ടോ, അത് അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കഴിവട്ടെ. ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന ടാങ്കിനകത്ത് വെള്ളം ഇറങ്ങിയ സീനോ. അപ്പോൾ പെട്ടെന്ന് കഴിവിട്ട് വരാം. വണ്ടി എല്ലാം കഴിയത്തിന്ന് അമ്മച്ചി പറഞ്ഞ് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് പോവാണ്. നമുക്ക് വണ്ടി കാണിച്ച് തന്നിട്ട് ബാക്കിലോട്ട് വന്ന് നമ്മളുടെ കൃഷി കാണിച്ചു തരാം കേട്ടോ. അത് നമ്മളുടെ മറ്റേ എൻ്റെ പേര് പറഞ്ഞു ബോഞ്ചിക്കയില്ലേ, ബോഞ്ചിക്ക എന്ന് പറയും. ഇംഗ്ലീഷ് നെയിം മറന്നുപോയി. അത് താഴെ ഇത്രയും സെറ്റായിട്ടുണ്ട്. ഈ വെള്ളം ഒഴിച്ചിട്ട് ബാക്കിലോട്ട് വന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും വണ്ടിയും കൂടെ കാണിച്ചു തരാം. റെഡ് റോസറെല്ലാം അടിച്ച് മിനുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. റിമ്മെല്ലാം തുടച്ച് റെഡിയാക്കി. അപ്പോൾ വണ്ടിയുടെ പണി കഴിഞ്ഞ് ആക്റ്റീവേയും കഴിഞ്ഞ് പോയി ചത്ത്. അപ്പോൾ ഇനി ബാക്കിലോട്ട് പോയി ബാക്കി സംഭവങ്ങൾ കാണിച്ചു തരാം. കണ്ടോ, സെറ്റല്ലേ? ഇനി ബാക്കിലോട്ട് കാണാം. ഇതാണ് നേരത്തെ പറഞ്ഞ ആ സംഭവം. കണ്ട ആ സംഭവം പേര് മറന്നു. ഈ പേര് 2-3 തൊട്ട് മറക്കുന്നുണ്ട്. ബോഞ്ചിക്ക എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ ഇപ്പോൾ ഇത്രയും ലെവലായി. പണ്ട് കാണിച്ചു തന്ന സംഭവമൊക്കെ ഇത്രയും ലെവലായിട്ടുണ്ട്. ഇത് വാഴയൊക്കെ ഉണ്ടോ. ഇനി കുറേ സംഭവം നടാറുണ്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ടൈം ലാപ്സ് എടുത്ത് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. വാഴയെ കൊലച്ചിപ്പുണ്ട്. ഇനി ചായ കുടിച്ചിട്ടാവും ബാക്കി പരിപാടി. ഇതൊക്കെയാണ് കണ്ടോ, ഇവിടെ നാരങ്ങയൊക്കെ നട്ടിട്ടുണ്ട്. അത് നാരങ്ങയാണ്. ഒരു നാരങ്ങയൊക്കെ നിൽപ്പുണ്ട്. പ്ലാവ്, വാഴ, 2 വാഴ. അത് ഒരു വാഴ അതിനെ ക്രോസ് ചെയ്ത് പിടിച്ച്. റംബൂട്ടാൻ, മുളക് വെച്ച് നല്ല ഇതിൻ്റെ ഒരു ഷോർട്ട്സ് കണ്ടിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരെ മുളകിന് പച്ചയ്ക്ക് തിന്നുന്നത് കണ്ടില്ലാത്തവർ അത് പോയി ഒന്ന് കാണാം. കുറേ സംഭവം നട്ടിട്ടുണ്ട്. ചായ കുടിക്കട്ടെ. ഈവനിങ് കണ്ടോ, വാവ്, നല്ല ഹോർലിക്സ് ഇട്ട ചായ. അപ്പോൾ കുറേ സംഭവങ്ങൾ നടാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് നട്ട് സെറ്റാക്കണം. അതാണ് ഇന്നത്തെ വൈകുന്നേരത്തെ കണ്ടന്റ്. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് ബാഗിൽ കൊണ്ടുവയ്ക്കട്ടെ. ജസ്റ്റ് ഇറങ്ങിയതാണ്. ഇപ്പം വണ്ടി ചൂടായി. നമ്മുടെ എക്സോസ്റ്റെല്ലാം നല്ല പൊട്ടാൻ കണക്കിനിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സൗണ്ട് കപ്പിച്ചു തരാം. അപ്പം ഇനി അങ്ങോട്ട് സിറ്റിയിലോട്ട് ചെറിയൊരു യാത്രയാണ്. ഇപ്പോൾ പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാം. പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കോവളം ബീച്ചിലും കൂടെ കയറാൻ പറ്റും നോക്കാം. എന്തായാലും എക്സോസ്റ്റ് വെച്ചിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഇതിനെത്ര മൈലേജ് കിട്ടുമെന്ന് എനിക്കിത് അറിഞ്ഞൂടാ. അതിൻ്റെ വീഡിയോക്ക് നമുക്ക് വഴികെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇവിടെ അധികം നിർത്തുന്ന അത്ര സേഫ് അല്ല. വല്ല MVD വന്ന പണി പാളും. അപ്പോൾ എന്തായാലും സേഫായിട്ട് അങ്ങ് പോകാം. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആഡാക്കാം. നീ കഴിച്ചത് ഞാൻ കൈ കൊണ്ടിടൂല്ലേ കുറച്ച് ദിവസം